ഹായ് ഗൈസ്, ഞാൻ ഇന്നൊരു സാരി പർച്ചേസ് നടത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടികളുടെ കോൺവൊക്കേഷനാണ് ഈ വരുന്ന ജൂലൈ 4th എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കോൺവൊക്കേഷനാണ്. ഞാനായിരുന്നു അവരുടെ ക്ലാസ് അനിമേറ്റർ. സോ എൻ്റെ കുട്ടികളുടെ കോൺവൊക്കേഷൻ്റെ അന്ന് ഞാനും നല്ല അടിപൊളിയായിട്ട് കൊണ്ടേ. അതിന് വേണ്ടിയിട്ട് ഐ ഹാവ് ബോട്ട് എ സാരി. നോർമലി ഞാൻ എല്ലാ ഫംഗ്ഷനും ഒരു ബ്ലാക്ക് സാരി എടുത്തിട്ടാണ് പോവാറ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു വോണ്ട് ടു ഗെറ്റ് എ ന്യൂ സാരി എന്നുള്ളത്. സോ ഐ ബോട്ട് എ ന്യൂ സാരി. ഈവൻ ഈ സാരിക്കും ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും മാച്ച് ആവും, അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാനിത് പെയർ ചെയ്യാൻ പോകുന്നത് മെറൂൺ ബ്ലൗസ് വെച്ചിട്ടാണ്. സോ ഐ വിൽ ഷോ യു. ഞാൻ ഓൾറെഡി ഇതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. ഇതൊരു അത്ര ഹെവി ജങ്കി ടൈപ്പ് ഓഫ് സാരി ഒന്നുമില്ല. ഒരു സോഫ്റ്റ് കോട്ടൺ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഞാൻ വാങ്ങാറ്. കാരണം ഞാനൊരു സാരി പേഴ്സൺ അല്ല. സോ ഞാൻ വാങ്ങുന്ന സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നത്, എൻ്റെ ഉമ്മച്ചിക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് ഞാൻ വാങ്ങുന്നത്. സോ ഇതാണ് സാരി വരുന്നത്. സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ. ഈ ഭാഗമാണ് ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത് കേട്ടോ. പല്ലു ഇതാണ് അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രിൻറ്റഡ് ബ്ലൗസാണ്. ബ്ലൗസ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്ലൗസ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഞാൻ വി സ്റ്റാറിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. സോ ഇതാണ് സാരി. വളരെ ലൈറ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. എടുക്കാനും വളരെ സുഖമാണ്. റെഗുലർ മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആടി സെയിൽ പ്രൈസിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1890 ആയിരുന്നു. എനിക്കിത് 1370 രൂപയ്ക്ക് കിട്ടി കേട്ടോ. താങ്ക് യു.